അത് ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു ന്യൂസ്. 1.8 ലക്ഷം കോടി രൂപയാണ് അവകാശികളില്ലാതെ ബാങ്കിൽ മാത്രം കിടക്കുന്നത്. അതായത് രാജ്യത്തെ ബാങ്കുകൾ, പെൻഷൻ, ഓഹരി, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് എന്നിവകളിലായി അവകാശികളില്ലാതെ 1.82 ലക്ഷം കോടി രൂപയുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇത് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റായിട്ടുള്ള രേഖകളുമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. പലരും പല സാമ്പത്തിക ബാധ്യതയിലും ബുദ്ധിമുട്ടുകളിലാണെന്നറിയാം. നമുക്ക് വേണ്ടി ആരെങ്കിലും ഇതേണക്കുള്ള ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഡോക്യുമെൻ്റായിട്ട് നമ്മൾ ചെല്ലുക. ഇതിനു വേണ്ടിയിട്ട് തന്നെ അവർ ഒരു സംരംഭം 3 മാസം നീളുന്ന ഒരു നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്നുള്ള ബോധവൽക്കരണ പരിപാടിക്ക് ഒരു തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാങ്കുകളിൽ മാത്രം 75,000 കോടി രൂപയാണ് കിടക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. udgam.rbi.org.in എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഹോം പേജിൽ ഇൻഡിവിജ്വൽ എന്ന അക്കൗണ്ടിന് താഴെ തിരയേണ്ട അക്കൗണ്ടിൻ്റെ ഉടമയുടെ പേര് നൽകുക. ഓരോ ബാങ്കിനും പ്രത്യേകമായ AII ഓപ്ഷൻ വഴി എല്ലാ ബാങ്കുകളും ഒരുമിച്ച് തിരഞ്ഞെടുത്ത് സെർച്ച് ചെയ്യാം. നോൺ ഇൻഡിവിജ്വൽ ഓപ്ഷൻ വഴി സ്ഥാപനങ്ങളുടെ നിക്ഷേപങ്ങളും ക്ലെയിം ചെയ്യാം. ബാക്കിയെല്ലാം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ അതിൻ്റെ ഉൾപ്പെടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് അത് ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട്, ഓഹരി, ഡിവിഡൻസ്, നാഷണൽ പെൻഷൻ സ്കീം, ഇൻഷുറൻസ്, ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവ വഴിയുള്ള പൈസകളാണ് ഈ തരത്തിലിപ്പം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രേഖകളുമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുകയോ നേരിട്ട് പോയിട്ട് ഈ നമുക്ക് നടത്തുന്ന സമയത്തിൽ ഇത് പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുക. ഓക്കെ.